ആലുവ മണപ്പുറത്തുനിന്ന് ഇറങ്ങി കാപ്പി കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരുവൈരാണിക്കുളത്തോട്ട് വന്നു. അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വിർച്വൽ ക്യൂവിൽ ഓൾറെഡി ഞായറാഴ്ചയുടെ തിരക്കുണ്ടാവും. സോ വിർച്വൽ ക്യൂവിൽ ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. തുടങ്ങിയ സമയത്ത് വിർച്വൽ ക്യൂ തുടങ്ങിയ ആ ഒരു ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കാറ് പാർക്ക് ചെയ്യാനും ബുക്ക് ചെയ്തിരുന്നു, ക്യൂവിലും ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ ചെന്ന പാടെ അതിൻ്റെ ഒരു പ്രിൻറ്റ് കിട്ടും, റെസിപ്റ്റ്. അവിടുന്ന് അതും മേടിച്ചിട്ട് അവിടുന്ന് നടന്ന് വരുന്ന വഴിയിൽ രണ്ട് സൈഡിൽ നിറച്ച് കടകളുണ്ട്. ആ കടകളിലൊക്കെ കയറി നോക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം. കാരണം അവിടുന്ന് വാങ്ങാനുള്ള ആ ഒരു ഐഡിയയോടുകൂടി മാത്രമാണ് പാറക്കുട്ടി കൂടെ വന്നത്. പക്ഷേ തൊഴുതാലേ നടക്കുള്ളൂ എന്ന് മനസ്സിലായപ്പോൾ എല്ലാം നോക്കി നോക്കി വെക്കുകയാണ്, എവിടെ എന്ത് കിട്ടും എന്നുള്ളത്. തിരിച്ച് വരുമ്പോൾ വാങ്ങാമെന്ന് പറഞ്ഞു. ചെന്ന പാടെ ക്യൂവിൽ നമുക്ക് കയറാൻ പറ്റും. അധികം തിരക്കൊന്നും വിർച്വൽ ക്യൂവിലില്ല. ബുക്ക് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ നല്ല തിരക്കാണ്. അവിടെ അടി ഉണ്ടാവുന്നതൊക്കെ കണ്ടു. എന്തിനാണെന്നൊന്നും അറിയത്തില്ല. ഈ ബുക്ക് ചെയ്യാതെ പോയ ആൾക്കാർ ഒരുപാട് പേര് ഇതുപോലെ ക്യൂ നിന്നു. ഈ കാണുന്നത് നമ്മുടെ വിർച്വൽ ക്യൂവിൻ്റെതാണ്. പക്ഷേ ഇതുപോലെ എല്ലാ സമയത്തും സ്പീഡായിട്ട് പോകണമെന്നില്ല. ഞായറാഴ്ച ആയിട്ട് പോലും വെയിലത്തൊക്കെ നിന്നിട്ടാണ് പിന്നെ ഉള്ളിൽ കയറുമ്പോൾ ഇതുപോലെയൊക്കെ സ്പീഡായത്. ഞങ്ങൾ തൊഴാൻ വേണ്ടിയിട്ട് ക്യൂ നിന്ന് കുറച്ച് സമയമായപ്പോഴത്തേക്കും നട അടച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്പീഡപ്പായി തിരിച്ച് പെട്ടെന്ന് തൊഴുതിട്ട് ഇറങ്ങാനും സാധിച്ചു. വരുന്ന വഴിയിൽ ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലും കൂടെ കയറി തൊഴുതിട്ടാണ് വന്നത്. തിരക്കുള്ള സമയമാണ്, തുടങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും ബുക്ക് ചെയ്തിട്ട് പോകണതാണ് നല്ലത്.